ജാതകം. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വിവേക് നനഞ്ഞു. ആവുന്നില്ലായിരുന്നു അവന് ഒന്നും വിശ്വസിക്കാൻ. താൻ പ്രാണനെപ്പോലെ കണ്ടവൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന കള്ളമായ സത്യം അവനെ കൊല്ലാതെ കൊന്നു. ആ മഴയിൽ ഒരു മരത്തോട് ചാരി അവൻ നിന്നു. പലതും മനസ്സിലൂടെ കടന്നുപോയി. ഒരുപാട് കഥകൾ പറഞ്ഞതും കളിച്ചതും ചിരിച്ചതും, അങ്ങനെ ഒരുപാട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല പെണ്ണേ, നീ എന്നെ ചതിച്ചു എന്ന്. പക്ഷേ കണ്ടതും കേട്ടതും എന്നോട് പറയുന്നത് നീ എന്നെ ചതിച്ചു എന്ന് തന്നെയാണ്. പലപ്പോഴും അവനെയും നിന്നെയും ഒരുമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയും ജോലി സംബന്ധമായതാണെന്ന് തെറ്റിദ്ധരിച്ചത് എൻ്റെ തെറ്റ്. അമ്മാവൻ പറഞ്ഞിരുന്നു നിന്റെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച്. പക്ഷേ അപ്പോൾ ഒക്കെ ഞാൻ അയാളെ എതിർത്തിരുന്നു. നീ പവിത്രമായവളാണെന്ന് വാദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നീ എന്നെ വെറൊരു കോമാളിയാക്കിയില്ലേ. വല്ലാത്തൊരു വിഷമത്തോടെ അവൻ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇല്ല, കരയില്ല. നിന്നെ ഓർത്തിനി ഞാൻ. നിന്റെ മുന്നിൽ തോൽക്കില്ല ഞാൻ ഇനി. അവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയവേ അവനിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നു. അത് ശരിയാണോ എന്നറിയാൻ അവൻ നേരെ നടന്നു കൃഷ്ണമേനോൻ ജ്യോത്സ്യന്റെ അടുത്തേക്ക്. അപ്പോൾ വാതിൽക്കൽ തന്നെ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു ജ്യോത്സ്യൻ. അപ്പോൾ വിവേക് അയാളുടെ അടുത്തേക്ക് ചെന്ന് മുഖവിര ഇല്ലാതെ ചോദിച്ചു. അന്ന് പടിപ്പുര വീട്ടിൽ ചെന്ന് ശ്രീലക്ഷ്മിയുടെ ജാതകം ശരിയല്ല എന്ന് കളവ് പറഞ്ഞത് എന്തിനാ? ആരാ നിങ്ങളോട് അങ്ങനെ പറയാൻ പറഞ്ഞേ? ദേഷ്യത്തോടെ വിവേക് ചോദിച്ചു. അത് കളവാണോ എന്നൊരു സംശയം അവന് വന്നപ്പോൾ അയാൾ അത് പറയുമോ എന്നറിയാനാണ് അവൻ അങ്ങനെ ചോദിച്ചത്. അവൻ്റെ വാക്കുകൾ കേട്ട് അയാൾ തരിച്ചു നിന്നു. കളവ് പറയുകയോ? എന്തായി പറയുന്നേ? ഞാൻ കളവ് പറഞ്ഞില്ല, സത്യമാ പറഞ്ഞേ, ജ്യോത്സ്യൻ വിക്കി വിക്കി പറഞ്ഞു. ചീ നിർത്തടോ, സത്യം പറഞ്ഞോ? ആരാ നിനക്ക് അവിടെ വന്ന് അങ്ങനെ പറയാൻ പറഞ്ഞേ? പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലേൽ? ഭീഷണിയോടെ അവൻ പറഞ്ഞു. ക്ഷമിക്കണം, എല്ലാം ഞാൻ പറയാം. ആ ശ്രീലക്ഷ്മി കൊച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അവൾ എനിക്ക് കാശും തന്നു, അയാൾ പറഞ്ഞു. കേട്ട വാക്കുകൾ ഓരോന്നും അവനിൽ കൂരമ്പുകൾ പോലെ തറച്ചു കയറി. ആ മഴയിലൂടെ അവൻ നടന്നു. ഇതേ സമയം ജ്യോത്സ്യൻ ഭയത്തോടെ ആരെയോ വിളിക്കുകയായിരുന്നു. നടന്നതൊക്കെയും വള്ളിപുള്ളി വിടാതെ അവരോട് അയാൾ പറഞ്ഞു. വിവേക് നനഞ്ഞു കുളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിച്ചെന്നു. മുന്നിൽ തന്നെ സുഭദ്രയും സുധീരനും നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ഒന്ന് നോക്കി റൂമിലേക്ക് പോകാനൊരുങ്ങവേ വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് അമ്മയോട് അവൻ പറഞ്ഞു. അശ്വതിയുമായുള്ള വിവാഹത്തിന് എനിക്ക് അവൻ പറഞ്ഞു. അശ്വതിയുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്.